ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പൊടിച്ചമ്മന്തി അഥവാ തേങ്ങാ ചമ്മന്തിയാണ്. അതിന് നമ്മൾ നല്ല തേങ്ങ വറക്കാൻ വേണ്ടി നല്ല മൂത്ത തേങ്ങയായിരിക്കണം. ഒരു വലിയ തേങ്ങ എടുത്തിട്ട് എൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ചുമന്നുള്ളി ഇപ്പോൾ ഞാനിവിടെ തൊലി കളയുകയാണ്. പിന്നെ കുരുമുളക് വേണം, ഇഞ്ചി വേണം, പിന്നെ വറ്റൽമുളക് വേണം. തേങ്ങ ഇനി ചിരവിയെടുക്കണം. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഉള്ളി, വറ്റൽമുളക്, കുരുമുളക്, ഇഞ്ചി, തേങ്ങ. ആദ്യം ബാക്കി ഉള്ളി കൂടെ ഒന്ന് പൊളിച്ചെടുക്കാം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 2-3 വർഷത്തിന് മുമ്പായിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയത്. അത് 2-3 വീഡിയോ ഇട്ട് എനിക്ക് 1K വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഞാനത് തുടർന്ന് പോയില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലും മറ്റുമുണ്ട്. അന്നേരം എനിക്കും ഒന്ന് എൻ്റെ ചാനൽ വീണ്ടും ഷഹുബാനാസ് കിച്ചൺ 2 എന്നും പറഞ്ഞ് തുടങ്ങിയാൽ എന്താണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ദൈനംദിന ജീവിതത്തിലെ പാചകങ്ങളും എനിക്കിഷ്ടപ്പെട്ട പാചകങ്ങളും ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് നമ്മുടെ ചമ്മന്തിപ്പൊടി, അതിനു വേണ്ടി കുറച്ചുള്ളി നമ്മൾ നന്നാക്കി ബാക്കി ഉള്ളിയും കൂടെ പൊളിച്ച് മാറ്റിയെടുക്കാം. തൊലിയെ ഒന്ന് നീക്കം ചെയ്ത് എടുക്കാം. കൊച്ചുള്ളി പൊളിക്കുന്നത് നല്ല പാടുള്ള പണിയാണ്. ഉള്ളിയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് ഇഞ്ചി ഒന്ന് ചിരണ്ടിയെടുക്കാം. ഇത്ര ഇഞ്ചി വേണ്ട, നമുക്ക് ഇതിന് കുറച്ചെടുത്താൽ മതി. പിന്നെ കൂടുതൽ 2-3 തേങ്ങയോ 1 തേങ്ങയൊക്കെ എടുക്കുമ്പോൾ ഇതിനെക്കാട്ടി ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും കൂടെ കൂട്ടിക്കൊള്ളണം. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോനും ഒക്കെ ചമ്മന്തിയും തൈരും, വറുത്ത പൊടിച്ചമ്മന്തിയും തൈരും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ തീർന്നു. ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കും. ഞാൻ 2 തേങ്ങയൊക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷേ ഇന്ന് പെട്ടെന്ന് മോൻ പറഞ്ഞ് എനിക്ക് ചമ്മന്തിപ്പൊടി വേണം ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് പെട്ടെന്ന് 1 മുറി തേങ്ങയ്ക്കകത്തങ്ങ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. മറ്റാകുമ്പോൾ ഒരുപാട് താമസം വരത്തില്ല. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇനി നമുക്കിവിടെ നിന്ന് ഈ ഉള്ളി പൊളിച്ച സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് തേങ്ങ ഒന്ന് ചിരണ്ടിയെടുക്കാം. ഇതാണ് ഞങ്ങളുടെ ചിരവ. പെട്ടെന്ന് തന്നെ തിരങ്ങിയെടുക്കാൻ പറ്റും. 1 മുറി തേങ്ങയാണ്.
ഗെയ്സ് നമ്മൾ തേങ്ങ തിരികെ തീരാറായി. നമ്മളൊരു മുറി തേങ്ങ എടുക്കുന്നത് തിരികെ തീരാറായി. ഒരു തേങ്ങ തിരിഞ്ഞെടുത്ത് ഇനി നമുക്ക് കുറച്ച് വറ്റൽമുളക്, ഒരു 3-6 വറ്റൽമുളക് നമുക്കിപ്പോൾ തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ചമ്മന്തി അരയ്ക്കുമ്പോൾ ചേർക്കാനുള്ളതാണിത്. കൊച്ചുള്ളി പൊളിച്ച് വെച്ചതേ ഉള്ളായിരുന്നു, അതൊന്ന് കഴുകിക്കൊണ്ട് വരാം. തേങ്ങ തിരിഞ്ഞ് വെച്ചതിനകത്തോട്ട് ഇനി നമുക്ക് ഈ ഉള്ളി അരിഞ്ഞിടാം. തേങ്ങ തിരിഞ്ഞ് വെച്ചതിനകത്തോട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കൊച്ചുള്ളി ചേർക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം കൊച്ചുള്ളി ചേർക്കാം. ഒരു 10-15 ചുവന്നുള്ളി നമ്മളെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്ത് ഇഞ്ചി ചേർക്കാം. ഇനി ഇഞ്ചി ഇതിനകത്തോട്ട് ചെയ്യും. അന്നേരം അരമുറി തേങ്ങ, വലിയ തേങ്ങയാണ്, അരമുറി തേങ്ങ മുഴുത്തത്, ഇഞ്ചി, കൊച്ചുള്ളി, നമ്മളെ വറ്റൽമുളക്, ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളക്. ഇത്രയാണ് നമുക്ക് ആവശ്യം. എന്നിട്ടൊരു ഇരുമ്പേറ്റി എടുക്കുക. ഒരു ഇരുമ്പേറ്റി എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിക്കുക. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ തേങ്ങായും എല്ലാം കൂടെ ഇങ്ങനെ ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം നമുക്ക് ഈ ഇരുമ്പ് ചട്ടിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇരുമ്പ് ചട്ടിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഈ തേങ്ങായ നമുക്ക് നല്ലോണം മൂപ്പിക്കണം. തേങ്ങയൊക്കെ ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറെടുത്ത് വറ്റൽമുളക്, പുളി, ഉപ്പ് എല്ലാം കൂടെ 3 ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇതിന് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം.
നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. പൊടിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് വീണ്ടും നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിന് നമ്മളെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചമ്മന്തിപ്പൊടി ഇവിടെ നല്ല വൃത്തിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ടില്ലേ. സൂപ്പർ ചമ്മന്തിപ്പൊടി നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അന്നേരം ആവശ്യാനുസരണം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും നമ്മളെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും എല്ലാം ഈ ചമ്മന്തിപ്പൊടി നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അതുകൊണ്ട് എല്ലാവരും ചമ്മന്തിപ്പൊടി പ്രിപ്പയർ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. ഓക്കെ, ബൈ.